നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്ത് കൂടുതൽ വിദേശ നിക്ഷേപത്തിന് വഴിയൊരുങ്ങുന്നു. അദാനി പോർട്ടിൽ MSC ഗ്രൂപ്പ് 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. ഏതാണ്ട് 2,700 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ഇതോടെ തുടക്കമാവുക. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ അപകടം. തടയണയിലൂടെ നടക്കുന്നതിനിടെ പുഴയിലേക്ക് ഒഴുകിപ്പോയ 58-കാരനെ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. മേലൂർ കുറുപ്പം വാർഡിൽ കഴിഞ്ഞ ദിവസം വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക കൃഷിനാശം. 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിലയിരുത്തൽ. തൃശൂർ ചേലക്കരയിൽ നിയന്ത്രണം വിട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചുകയറി. 5 പേർക്ക് പരിക്ക്. സംസ്ഥാന പാതയിൽ കായാമ്പൂവം ബസ് സ്റ്റോപ്പിലാണ് അപകടം. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ വീണ്ടും അപകടം. തടയണയിലൂടെ നടക്കുന്നതിനിടെ പുഴയിലേക്ക് ഒഴുകിപ്പോയ 58-കാരനെ ചാലക്കുടി ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തിന്റെ സംയോജിത ഇടപെടലിലൂടെ സാഹസികമായി രക്ഷപ്പെടുത്തി. ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ വീണ്ടും അപകടം. കൂടപ്പുഴ ഭാഗത്തു നിന്നും മേലൂർ ഭാഗത്തേക്ക് തടയണയിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് മേലൂർ 1-ാം വാർഡ് സ്വദേശി വെള്ളാച്ചേരി വീട്ടിൽ ഗിരിജൻ പുഴയിലേക്ക് ഒഴുകിപ്പോയത്. സഹായത്തിനായുള്ള നിലവിളി കേട്ട കൂടപ്പുഴ ക്ഷേത്രത്തിലെ പൂജാരി പ്രദീപ് ശർമ്മ ഉടൻ ചാലക്കുടി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ RK രമേശിന്റെയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സനൽ ജ്യോതിയുടെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും സ്കൂബ ഡൈവറുമായ അനിൽ മോഹനും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ദീപു ടിഡിയും പുഴയിലിറങ്ങി സാഹസികമായി ഗിരിജനെ രക്ഷപ്പെടുത്തി. തുടർന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി. ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങളായ ആദർശ് S.A, റെജി S. വാര്യർ, അരുൺ K, അഖിൽ R. നായർ, അരുൺ BN, സൂരജ് കുമാർ, വിൻസി ഡേവിസ്, സിവിൽ ഡിഫൻസ് അംഗം ജോമോൻ S എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. മേലൂർ ഗ്രാമപഞ്ചായത്തിലെ കുറുപ്പം വാർഡിൽ കഴിഞ്ഞ ദിവസം വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക കൃഷിനാശം. 10-ലധികം വീടുകൾക്കും നിരവധി കർഷകരുടെ കൃഷിയിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായ സംഭവത്തിൽ ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിലയിരുത്തൽ. മേലൂർ ഗ്രാമപഞ്ചായത്തിലെ കുറുപ്പം 9-ാം വാർഡിൽ കഴിഞ്ഞ ദിവസം വീശിയടിച്ച മിന്നൽ ചുഴലിയാണ് പ്രദേശത്ത് വ്യാപക നാശം വിതച്ചത്. 10-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ ജാതി, വാഴ, റബ്ബർ, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. ശക്തമായ കാറ്റിൽ 10-ലധികം കർഷകരുടെ കൃഷിയിടങ്ങൾ പൂർണ്ണമായും തകർന്നു. 2 വീടുകളുടെ മേൽക്കൂരയിലെ ഷീറ്റുകൾ കാറ്റിൽ പറന്നുപോയി. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേലൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ രാഹുൽ കൃഷ്ണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ YS അനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം PR പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് പ്രാഥമിക പരിശോധന നടത്തി. ചുഴലിയിൽ ഏകദേശം 25 ലക്ഷം രൂപയുടെ കൃഷിനാശവും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നഷ്ടപരിഹാരത്തിനായുള്ള തുടർ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ ചേലക്കരയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചുകയറി. കായാമ്പൂവം ബസ് സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ചേലക്കര സംസ്ഥാന പാതയിലെ കായാമ്പൂവം ബസ് സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത്. മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു. ബസ് കാത്തുനിന്നിരുന്ന 2 പേർക്കും ബസ്സിൽ ഉണ്ടായിരുന്ന 3 യാത്രക്കാർക്കും ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. കായാമ്പൂവം ഇറക്കമിറങ്ങി വരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റവരെ ആദ്യം ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവ സ്ഥലത്തെത്തിയ ചേലക്കര പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇന്ത്യ-ഓസ്ട്രേലിയ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ പാർലമെന്റിൽ ഇടപെടൽ നടത്തുമെന്ന് ഓസ്ട്രേലിയൻ MP ഡേവിഡ് ഹോഡ്ജറ്റ് പൊയ്യയിലെ CFI കോളേജിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊയ്യയിലെ CFI കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ച ഓസ്ട്രേലിയൻ MP ഡേവിഡ് ഹോഡ്ജറ്റ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള വിദ്യാഭ്യാസ സാങ്കേതിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ പാർലമെന്റിൽ ഇടപെടൽ നടത്തുമെന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും സാങ്കേതിക മേഖലകളിൽ അവർ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.
International students, and particularly Indian students, come and their behaviour is good. And it has to be in some ways, because if you don't meet the obligations of a study visa or a student visa, you're at risk at having that visa cancelled and not being able to complete your studies, which would be an embarrassment to yourself and your family and your country. So there's always an incentive there for people to do well and behave themselves. I think going back quite a while ago, 5 or 10 years, some of the international students were getting a bit of a bad reputation, but I think it wasn't so much their behaviour. They were coming and doing a bit of work or employment, more hours than what they should have been, less study, so there was questions about that. ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ നിന്നുള്ള അക്കാദമിക് സാങ്കേതിക സഹകരണങ്ങൾ CFI വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. And sometimes you don't have to be an elected official or have a title or an office to continue in that public service. Most of the time you don't get a choice when you leave politics. You get voted out or you lose the election. So I'm fortunate to have had 20 years as the state member, and I had 9 years in local government before that. Me personally, I always thought that politics wasn't a job for life. I thought I would get in, make a difference, contribute, try and make positive change in people's lives, positive change in the state, in the world, in where I live. CFI ട്രസ്റ്റ് ചെയർമാൻ ജോസി പി ചാക്കോയുമായി വർഷങ്ങളായുള്ള സൗഹൃദം പങ്കുവച്ച ഡേവിഡ് ഹോഡ്ജറ്റ് ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന CFI സ്ഥാപനങ്ങൾ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നുണ്ടെന്നും വിലയിരുത്തി. ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ നിന്നുള്ള കൂടുതൽ വിദഗ്ധരുടെ സഹകരണം ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശ സഞ്ചാരികൾ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ സാധാരണയായി ഡൽഹിയും മുംബൈയും സന്ദർശിക്കാറുണ്ടെങ്കിലും കേരളത്തിന്റെ പ്രകൃതി ഭംഗി അതുല്യമാണെന്നും ഇനി മുതൽ കേരളം സന്ദർശിക്കാനും നിർദ്ദേശിക്കുമെന്നും വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് മറുപടിയായി ഡേവിഡ് ഹോഡ്ജറ്റ് പറഞ്ഞു. ചടങ്ങിൽ CFI മാനേജർ PJ മാത്യു, യൂജിൻ മൊറേലി, CFI ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AS സരോജ, CFI എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ ഡോക്ടർ R രഞ്ജിഷ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള. കൊരട്ടിയിൽ വീടുകയറി ആക്രമണം നടത്തുകയും വയോധികനെ പരിക്കേൽപ്പിക്കുകയും കാർ തകർക്കുകയും ചെയ്ത പ്രതി അറസ്റ്റിൽ. എറണാകുളം പാറക്കടവ് കോടിശ്ശേരി വട്ടപ്പറമ്പ് സ്വദേശി മാനം താനത്ത് വീട്ടിൽ സജീവാണ് അറസ്റ്റിലായത്. കൊരട്ടി കിഴക്കുമുറി പൊങ്ങം സ്വദേശിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികനെ ആക്രമിക്കുകയും മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ തല്ലി തകർക്കുകയും ചെയ്ത കേസിലാണ് എറണാകുളം പാറക്കടവ് കോടിശ്ശേരി വട്ടപ്പറമ്പ് സ്വദേശി മാനം താനത്ത് വീട്ടിൽ സജീവ് കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. ജൂൺ 28 വൈകിട്ട് 3:30യോടെയായിരുന്നു സംഭവം. പരാതിക്കാരനായ സിബി തോമസിനോടുള്ള മുൻവൈരാഗ്യത്തിന്റെ പേരിൽ പ്രതി വീട്ടിലെത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തുടർന്ന് മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലുകൾ കല്ലുകൊണ്ട് അടിച്ചു തകർക്കുകയും ആക്രമണം തടയാൻ ശ്രമിച്ച പരാതിക്കാരന്റെ പിതാവ് തോമസിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. സംഭവത്തിൽ കാറിന് ഏകദേശം 50,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായും പോലീസ് അറിയിച്ചു. കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO ഹബീബുള്ള എയുടെ നേതൃത്വത്തിൽ GSI സുമേഷ്, GSCPO ഉണ്ണികൃഷ്ണൻ, CPOമാരായ ശ്രീജിത്ത്, ജിതിൻ എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, കൊരട്ടി. തിരുവനന്തപുരം വാളകത്ത് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച തൃശൂർ സ്വദേശിനി നവോമിയുടെ കുടുംബത്തെ കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജെനീഷ് കിംസ് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. മകളുടെ അവയവങ്ങൾ ദാനം ചെയ്ത് 6 പേർക്ക് പുതുജീവൻ നൽകാൻ കുടുംബമെടുത്ത തീരുമാനത്തെ മന്ത്രി അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെത്തിയ മന്ത്രി അഡ്വക്കേറ്റ് OJ ജെനീഷ് നവോമിയുടെ പിതാവ് വിൻസെന്റിനെയും മറ്റു കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച് ആശ്വസിപ്പിച്ചു. ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ നിമിഷത്തിലും മകളുടെ അവയവങ്ങൾ ദാനം ചെയ്ത് 6 പേർക്ക് പുതുജീവൻ നൽകാനുള്ള കുടുംബത്തിന്റെ തീരുമാനത്തിന് മന്ത്രി നന്ദി രേഖപ്പെടുത്തി. അവയവദാന നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. കൊട്ടാരക്കര വെച്ചാണ് അപകടം ഉണ്ടായത്. അപ്പോൾ ആ സമയം അറിയിച്ച ഘട്ടം മുതൽ PC വിശ്വനാഥ് മിനിസ്റ്റർ അദ്ദേഹം ഇതിൻ്റെ കേസുകളുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെയും കുട്ടിയുടെ പേരൻസ് അവയവദാനം നടത്താൻ വേണ്ടി തീരുമാനിച്ചതിന് ശേഷം ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ആ കുടുംബം എടുത്തൊരു തീരുമാനമുണ്ട്. തങ്ങളുടെ മകളുടെ അവയവങ്ങളിലൂടെ കുറച്ചധികം ജീവനുകൾ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് വേഗത്തിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ. ഇപ്പോൾ കുട്ടിയുടെ പാരൻസായിട്ട് സംസാരിച്ചു. പിന്നെ
അമ്മ അവിടെ തൃശ്ശൂർ ഹോസ്പിറ്റലിലാണ്, സഹോദരനും ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. പിതാവ് ഇവിടെയുണ്ട്, ഇവിടെയുമായിട്ട് സംസാരിച്ചു. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹോസ്പിറ്റലുകളിൽ വന്ന് അതിൻ്റെതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൃദയം ദാനം ചെയ്യുന്നൊരു കാര്യം കൂടി തീരുമാനിച്ചിരുന്നെങ്കിൽ കൂടി അത് സാധിക്കാതെ പോകുന്നൊരു ഘട്ടമുണ്ടായിട്ടുണ്ട്. ലിസി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ വാൽവ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വരുന്നുണ്ട്. 6ഓളം ആളുകൾക്ക് ഒരു പുതുജീവൻ നൽകിയിട്ടാണ് നവോമി ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുടുംബത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനായി അമ്മയ്ക്കും സഹോദരനുമൊപ്പം തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് നവോമി അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റ നവോമിയെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ കുടുംബം അവയവദാനത്തിന് സമ്മതം നൽകുകയായിരുന്നു. നവോമിയുടെ ഹൃദയവാൽവ്, 2 വൃക്കകൾ, കണ്ണുകൾ, രക്തക്കുഴലുകൾ എന്നിവ വിവിധ ആശുപത്രികളിലെ രോഗികൾക്ക് കൈമാറി. ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഹൃദയം ദാനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുക. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നവോമിയുടെ അമ്മയോടും സഹോദരനോടും മരണവിവരം പിന്നീട് ബന്ധുക്കൾ അറിയിക്കുകയായിരുന്നു. മീഡിയ ടൈം, മാള. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കി നാടിന്റെ അഭിമാനമായി മാറിയ KA നബീലിന് CPIM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ അനുമോദനം. നബീലിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ നേതൃത്വവും പ്രാദേശിക നേതാക്കളും പങ്കെടുത്തു. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കിയ KA നബീലിനെ CPIM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അനുമോദിച്ചു. പേബസാറിലുള്ള നബീലിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉപഹാരം നൽകി ആദരിച്ചു. നബീലിന്റെ നേട്ടം കൊടുങ്ങല്ലൂരിന് മാത്രമല്ല രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് PK ചന്ദ്രശേഖരൻ പറഞ്ഞു. പർവ്വതാരോഹണ രംഗത്ത് നബീലിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. CPIM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, ഏരിയ കമ്മിറ്റി അംഗം KA അഫ്ഫൽ എന്നിവരടക്കം പാർട്ടി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്ത് നബീലിനെ അഭിനന്ദിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ അപകടം. തടയണയിലൂടെ നടക്കുന്നതിനിടെ പുഴയിലേക്ക് ഒഴുകിപ്പോയ 58-കാരനെ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. മേലൂർ കുറുപ്പം വാർഡിൽ കഴിഞ്ഞ ദിവസം വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക കൃഷിനാശം. 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിലയിരുത്തൽ. തൃശൂർ ചേലക്കരയിൽ നിയന്ത്രണം വിട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി. 5 പേർക്ക് പരിക്ക്. സംസ്ഥാന പാതയിൽ കായാമ്പൂവം ബസ് സ്റ്റോപ്പിലാണ് അപകടം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.